അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പം ഞാൻ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലാണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമയായിരുന്നു അത്. ഇതാണ് നമ്മുടെ ആ സമരമൊക്കെ നടത്തുന്ന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലത്തെ ആ ഒരു സ്പോട്ട്. രാവിലെ സൈക്കിളുമായിട്ട് വെറുതെ ഇറങ്ങിയപ്പം റോഡൊക്കെ കാലിയാണ്. മറ്റേ ബ്രൂവറി ചുഴലിക്കാറ്റുമൊക്കെ വരാൻ പോവുകയാണെന്നുള്ളൊരു മുന്നറിയിപ്പുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കാലിയായിട്ട് ജാഗ്രതയോടെ നിൽക്കുന്നു. വേലുത്തമ്പി ദളവ ആദ്യമായി നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ആളാണ്, അഥവാ ആളുകളിൽ ഒരാളാണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് കഴിഞ്ഞ് പാളയത്തോട് അടുത്തുകൊണ്ടിരിക്കുക. ഒരു കുട്ടി വീഡിയോ, നമ്മുടെ മ്യൂസിയം വരെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം രാവിലെ ഏകദേശം ഒരു 6:15 കഴിഞ്ഞു. കുറേ ആളുകൾ നടക്കുന്നുണ്ട്, കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന സാഫല്യ കോംപ്ലക്സ് ആണ്, ലെഫ്റ്റ് സൈഡിൽ മറ്റേ ഹോള്. നമ്മുടെ പാളയത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. കുറേ സൈക്കിളുകാരെ വഴിയിൽ കണ്ടു. പരസ്പരം കൈയൊക്കെ കാണിച്ചു. നല്ല ഫ്രഷായിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ എന്നെ കണ്ടൊരു കാറുകാരൻ മുമ്പിലുണ്ട്. അദ്ദേഹം എടുക്കണോ വേണ്ടയോ എന്ന സംശയം. ഫൈനലി പുള്ളി എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഞാൻ കയറി. അതായത് ലെഫ്റ്റ് സൈഡിലൊരു അമ്പലമുണ്ട്. നമ്മുടെ പാളയത്തെ മാർക്കറ്റാണ് കണ്ടത്. അതായത് ഇവിടെ ഇത് പാളയം പള്ളിയാണ്. ഇവിടെ പള്ളിയും അമ്പലവും ചർച്ചും എല്ലാം കൂടെ ഇരിക്കുന്ന ഒരു വലിയൊരു സ്പോട്ടാണ് തിരുവനന്തപുരത്ത്. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ടണൽ വരുന്നുണ്ടല്ലോ, താഴെക്കൂടെ പോകുന്നൊരിത് അത് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റേഡിയമാണ് കാണുന്നത്. ഇതിപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ചർച്ചിൻ്റെ അവിടെ എത്തും. TMGയിലോട്ടൊക്കെ പോകാനുള്ള വഴി. അവിടെ നിന്ന് റൈറ്റ് ഇറങ്ങിയ ബേക്കൽ ജംഗ്ഷൻ, അതാണ് നമ്മുടെ ചർച്ചെത്തി. പാളയം ചർച്ചാണ് കണ്ടത്. പാളത്തിന് ഫ്രണ്ടിലത്തെ ബസ് സ്റ്റോപ്പ് കുറേ ആളുകളൊക്കെ ഉണ്ട്. ബാക്കി എന്തായാലും ഒന്ന് കണ്ടു നോക്ക്, നല്ല രസമാണ്. നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ ഭിത്തിയിലെ ആർട്ട് വർക്കൊക്കെ കാണുന്നത്. സ്റ്റേഡിയം അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞു. നമ്മൾ മുമ്പോട്ട് പോകുന്നു. നമ്മുടെ നിയമസഭാ മന്ദിരം ലെഫ്റ്റ് സൈഡിൽ വരുന്നു. അങ്ങനെ നമ്മൾ ഈ ചെറിയ തണുപ്പത്ത് മുമ്പോട്ട് പോകുന്നത് EMS ചിൽഡ്രൻസ് പാർക്കായി കാണുന്നത്. EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രതിമയാണ് കണ്ടത്. മുമ്പിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ പടമൊക്കെ ഉണ്ട്. നിയമസഭാ മന്ദിരം ഇതാ വന്നു. ഇവിടെ ഇരുന്നാണ് നമ്മളെല്ലാവരും ഭരിക്കുന്നത്. ഇവിടെയാണ് നിയമം വരുന്നതും നിയമം പോകുന്നതും. അങ്ങനെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് വേറെ ഒരു സ്റ്റേഡിയം. നമ്മുടെ അതിൻ്റെ ഭിത്തിയിൽ തിരുവനന്തപുരത്ത് മാത്രം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം കാണാൻ പറ്റത്തുള്ളൂ. എവിടെ സിറ്റിക്കകത്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ കലയും കൾച്ചറും എല്ലാം വിളിച്ച് പറയുന്ന രീതിയിലുള്ള ആർട്ട് വർക്കും കാര്യങ്ങളും എല്ലാം നല്ല വിശദമായിട്ട് കാണാൻ പറ്റും. നമുക്കിപ്പോൾ വലിയ തിരക്കിട്ടുള്ള യാത്ര അല്ലെങ്കിൽ ഒരു സൈക്കിളുകാരൻ തന്നെ ഓട്ടേക്ക് പോയി. പുള്ളി പ്രൊഫഷണൽ ആരോ ആണ്. ഓക്കെ, അതൊരു റോഡ് സൈക്കിളും കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു വൈബ്. അതായത് അതിൻ്റെ എൻട്രൻസാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് എഴുതിയേക്കുന്നത്. ഇപ്പം നമുക്ക് നേരെ ആ മുകളിൽ കാണുന്നത് PMG അങ്ങനെ എത്തി. നേരെ ഫ്രണ്ടിൽ കാണുന്നത് മാസ്കറ്റ് ഹോട്ടലാണ്. നമ്മൾ ആ മാസ്കറ്റ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് സൂവിലേക്കുള്ള വഴി ഇപ്പോൾ കയറി. അതാ ഇപ്പോൾ ഇത് മാസ്കറ്റ് ഹോട്ടലിൻ്റെ എൻട്രൻസ് ആണിത്. അതിലെ ആർട്ട് വർക്ക് ഉണ്ട്, എന്ത് രസമെന്ന് നോക്കി. ഇവിടെ നിന്ന് ഇങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ മുമ്പേ രണ്ടാമത് കണ്ട സ്റ്റേഡിയം. അപ്പോൾ അതിൻ്റെ ഭിത്തിയും അതിൻ്റെ ആർട്ട് വർക്കും ഒക്കെ ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ കാണാം വീഡിയോയിൽ. കുറച്ച് ആളുകൾ നടക്കാനൊക്കെ ഇറങ്ങി. അങ്ങനെ എല്ലാവരും ആ ഒരു ഓഫീസ് യാത്രകളും കാര്യങ്ങളും ഒന്നും തുടങ്ങിയിട്ടില്ല. CSI കത്തീഡ്രൽ മുമ്പിൽ പോകുമ്പോൾ നമ്മുടെ ആ ചർച്ചൊക്കെ ലെഫ്റ്റ് സൈഡിലാണ്. എടുക്കാൻ പറ്റും നോക്കട്ടെ. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അകം. നേരെ പോയ വെള്ളയമ്പലം ബോർഡാണ് കണ്ടേ.
അങ്ങനെ ഇതിപ്പോൾ നമ്മൾ സൂവിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് മ്യൂസിയത്തിൻ്റെ സൂവിൻ്റെ എൻട്രൻസ് ആണിത്. അപ്പം നമ്മുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്, നമ്മൾ വീട്ടിൽ പോവുക. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്